പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഡോക്ടർ സൈജു ഖാലിദാണ്. ഇന്ന് നമ്മളെല്ലാം സാധാരണ ഒരു മനുഷ്യന് കണ്ടുവരുന്ന സങ്കടം, ദുഃഖം, സന്തോഷം, ഇതുപോലെയുള്ള മറ്റൊരു വികാരമാണ് ഈ ദേഷ്യം ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ ഈ ദേഷ്യം ഒരു മാനസിക രോഗമാണോ എന്നുള്ളതാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണണം, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. നമ്മൾ ചെയ്യാനുള്ളവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം. നമ്മുടെ ഈ സന്തോഷം ഉണ്ടാവുക, സന്തോഷത്തിൻ്റെ മതിമറന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഒരു ജംഗ്ഷനിലേക്ക് ഇറങ്ങി തുണിയെല്ലാം അഴിച്ച് മാറ്റി ദൂരെ ഇട്ടിട്ട് തുള്ളിച്ചാടി തിമിർത്ത് നടന്നാൽ ആളിന് സാധാരണ മനോനിലയല്ല, അയാളുടെ ഒരു മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ് ആ കാണിക്കുന്നത് നമ്മൾ പറയും. അതുപോലെ ദേഷ്യം അതിൻ്റെ പരിധി വിട്ടാൽ അത് ഒരു മാനസികമാണ് എന്നുള്ളതാണ് വിദേശത്ത് നടന്ന പഠനങ്ങളിലൂടെ പറയുന്നത്. ഒരാളിനെ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന സംഭവങ്ങളോ വാക്കുകളോ പ്രവൃത്തികളോ ഉണ്ടാകുമ്പോൾ ആ വ്യക്തി അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അന്നേരം ഉണ്ടാകുന്ന സ്ട്രെസ്സ് കവർ ചെയ്യാൻ വേണ്ടി അയാളുടെ ശരീരം എടുക്കുന്ന പ്രതികരണമാണ് ദേഷ്യം കാണിക്കുക എന്നുള്ളത്. പക്ഷെ ആ ദേഷ്യത്തിൻ്റെ തോത് വർദ്ധിച്ചാൽ, എതിരെ നിൽക്കുന്ന ആളിനെ മർദ്ദിക്കുകയോ അല്ലെങ്കിൽ സ്വയം അപകടപ്പെടുത്തുകയോ അപായപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു മനോരോഗമായി മാറുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ പരിധി വിട്ടുള്ള ദേഷ്യങ്ങളെല്ലാം മനോരോഗത്തിൻ്റെ ലക്ഷണമാണ് എന്നുള്ളതാണ്. അടിക്കടി ഉണ്ടാകുന്ന ഒരു പ്രാവശ്യം അല്ലെങ്കിൽ യാദൃച്ഛികമായി വന്നു പോകുന്ന ദേഷ്യത്തെ മാറ്റിവെച്ചാൽ അടിക്കടി ഉണ്ടാകുന്ന ദേഷ്യവും ആ ദേഷ്യത്തിലൂടെ ഉണ്ടാകുന്ന പ്രതിസന്ധി സൃഷ്ടിക്കലും എല്ലാം മനോരോഗം തന്നെയാണ്. അതിന് കൃത്യമായ ട്രീറ്റ്മെൻറ്റും ആവശ്യമാണ്. അമിതമായ ദേഷ്യമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയും സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് എന്നാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ അവരുടെ ജേർണലിലൂടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കാര്യം, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകുകയും അതുവഴി ഹാർട്ടിനും തലച്ചോറിൻ്റെയും ബ്ലഡിൻ്റെ പ്രവാഹത്തെ ബാധിക്കാനും ഒക്കെ അത് കാരണമാവുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോകും എന്നാണ് ജേർണൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദേഷ്യം മാറ്റിവെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ അമിതമായ ദേഷ്യം ഉണ്ടാകുക എന്നുള്ളത്. കാര്യം, ശരീരത്തിനെ ബാധിക്കുന്ന ഇപ്പോൾ രക്തസമ്മർദ്ദം അത് കൂടുക, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഏറുക, സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുക, വിവിധ തരത്തിലുള്ള ചർമ്മത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുക, ഉറക്കമില്ലായ്മ അനുഭവപ്പെടുക, അതേപോലെ ദഹനത്തെ ബാധിക്കുക, ഇങ്ങനെ ഗ്യാസ് ട്രബിൾ, ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് ശാരീരികമായി ഈ ദേഷ്യം എന്നുള്ള ഒരു ഫീല് കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ മനസ്സിനെയും വളരെയധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ദേഷ്യം എന്നുള്ളത്. അത് അമിതമായ സ്ട്രെസ് ഉണ്ടാകുക, ഡിപ്രഷനിലേക്ക് പോവുക, അതേപോലെ ഒറ്റപ്പെടൽ ഉണ്ടാകുക. ഇപ്പോൾ കുടുംബത്തിലായാലും ഒരാളൊരു അഭിപ്രായം ചോദിക്കുന്നതിന് പോലും ചിലപ്പോൾ ഇങ്ങനെ മുൻകോപമുള്ള ദേഷ്യമുള്ള ആളിനോട് മടിക്കുകയും ആള് സ്വയം ഒരു ഒറ്റപ്പെടലിലേക്ക് പോവുകയും ചെയ്യും. സമൂഹം അതുപോലെ അവഗണിക്കുകയും ചെയ്യുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ വീണ്ടും ആ ഡിപ്രഷൻ്റെ ഫീല് കൂടുകയും ആ ആള് വീണ്ടും ഗുരുതരമായ മാനസിക പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും അയാൾ ദേഷ്യം കൂടിക്കൊണ്ടേയിരിക്കുകയും പിന്നെ അതിനനുസരിച്ച് ദേഹോപദ്രവം ഏൽക്കുക, അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയാണ് ഈ ദേഷ്യം മാനസികമായി ഒരാളിനെ തളർത്തിക്കളയുക. ഈ ശരീരത്തിനെയും മനസ്സിനെയും ബാധിച്ചിരിക്കുന്ന ഈ ദേഷ്യത്തെ നമുക്ക് തടഞ്ഞു നിർത്തുവാനും കഴിയും, അതിനുവേണ്ടി ശ്രമിക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ബാക്കി പറയാൻ പോകുന്ന ഒരു 5 കാര്യങ്ങൾ ഈ ദേഷ്യം എങ്ങനെ നമുക്കൊന്ന് കുറച്ചു കൊണ്ടുവരാം എന്നുള്ളതിനെ സംബന്ധിച്ച്. വളരെ മിനിമമായ ദേഷ്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരാളിന് ഉണ്ടാകുന്ന സങ്കടങ്ങളെയും സന്തോഷങ്ങളെയും ഒക്കെ പോലെ തന്നെ ഉള്ള ഒരു വൈകാരികമായ അവസ്ഥയാണ്. എന്നാൽ പോലും അത് അധികരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകുന്നുവെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാലും ഇത് കുറയ്ക്കാനുള്ള ഏറ്റവും ആദ്യത്തെ പണി കൗണ്ട് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഒരാളിനോട് നമുക്കൊരു ദേഷ്യം തോന്നുന്നു, അത് പരിധി കവിയുന്നതായിട്ട് അല്ലെങ്കിൽ പിടുത്തം വിട്ട് പോകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ കയ്യിൽ 10, 9, 8, 7, 6, 5, 4 അല്ലെ 100 മുതൽ 100, 99, 98 ഇങ്ങനെ അപ്പോൾ നമ്മുടെ മനസ്സ് ഉൾട്ട ചിന്തിക്കുക, അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ചിന്ത ഒന്ന് തിരിച്ച് ചിന്തിക്കാനും ഒരു
ഒന്ന് സ്ട്രക്കായി നിൽക്കാനും ആ മനസ്സിൻ്റെ ചിന്തകളെ ഒന്ന് തടസ്സപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പോകാനും ഒക്കെ നമുക്ക് കഴിയും. അങ്ങനെ നമ്മളുടെ ആ ദേഷ്യം ഉണ്ടാകുന്നത്, ഇപ്പോൾ ഓഫീസിലായാലും നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാവുന്നുള്ളൂ. കാരണം എവിടെയായാലും മനുഷ്യനാണ്, ദേഷ്യം ഉണ്ടായി പോകും. ഒരാളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള റെസ്പോൺസ് അല്ല വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമ്മുടെ വർക്ക് മുന്നോട്ട് പോയില്ലെങ്കിലൊക്കെ നമുക്ക് ദേഷ്യം ഉണ്ടാകും. പക്ഷേ ആ ദേഷ്യം അധികരിച്ചാൽ എങ്ങനെ പ്രതികരിക്കും, ഇതിൻ്റെ ഒരു താഴ്ച അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാനേ കഴിയില്ല. ചിലപ്പോൾ ഒരു ചെറിയ വഴക്കിലൂടെ ആയിരിക്കും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ചെറിയൊരു ദേഷ്യത്തിലൂടെ ആയിരിക്കും വലിയ പൊട്ടിത്തെറി ഉണ്ടാകുക. ഒരു തീപ്പെട്ടിക്കൊള്ളിയിലൂടെയാണ് ഒരു വലിയ വനം പോലും ചിലപ്പോൾ കത്തി നശിക്കുക എന്ന് പറയുന്നത് പോലെ, ചെറിയ ഒരു മുൻകോപത്തിലൂടെ ആയിരിക്കും വലിയ വീടായാലും അല്ലെങ്കിൽ ഓഫീസിലായാലും ഒക്കെ വലിയ പ്രശ്നം, ഒരു ജോലി നഷ്ടപ്പെടൽ പോലും ഒക്കെ സംഭവിക്കുക. അതുകൊണ്ട് അവിടെ സമാധാനമായിട്ടിരുന്ന് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. ദേഷ്യമായാലും സ്ട്രെസ്സായാലും രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ബ്രീത്തിങ് എക്സർസൈസ്. നമ്മൾ സാധാരണയായി നോർമൽ ബ്രീത്ത് എടുത്തതിൽ നിന്നും ആ ബ്രീത്തിൻ്റെ സ്ട്രക്ചറിനെ ഒന്ന് മാറ്റുക. ഒന്ന് ലോങ് ബ്രീത്ത് എടുക്കുക. ഒരു 4 സെക്കൻഡ് സമയം കൊണ്ട് ബ്രീത്ത് ഇൻ ചെയ്യുകയും അതുപോലെ ബ്രീത്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയും ബ്രീത്ത് ഔട്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഒരു ബ്രീത്തിൻ്റെ ഒരു പാറ്റേൺ മാറ്റുമ്പോൾ നമ്മുടെ ആ ദേഷ്യം ഉള്ള ആ ഒരു മനോഭാവത്തിനെ ഒന്ന് മാറ്റി പതുക്കെ ഒന്ന് കൂളാകുവാൻ നമുക്കത് സഹായിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം ബ്രീത്തിങ് ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത്. മൂന്നാമത്തെ കാര്യം ആ പൊസിഷനിൽ നിന്ന് ഒന്ന് എഴുന്നേറ്റ് നടക്കുക എന്നുള്ളതാണ്. എവിടെ വെച്ചാണോ ഒരു വഴക്കിൻ്റെ ഒരു ലക്ഷണം കാണുന്ന അവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് ദൂരേക്ക് മാറുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ അങ്ങ് മാറിക്കിട്ടും. കാരണം ഒന്നെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ കൺസേൺ വ്യക്തിയിൽ നിന്ന് നമ്മളൊന്ന് അകലം പാലിക്കുക, തിരിച്ചു വന്ന് നമുക്ക് വീണ്ടും ഇരിക്കാനും കഴിയും. ഇപ്പോൾ ഓഫീസിലായാലും നമുക്കൊന്ന് ജസ്റ്റ് മുഖം കഴുകാനോ അല്ലെങ്കിൽ പുറത്തേക്കോ ഒന്ന് പോവുക. അതോടുകൂടി നമ്മുടെ ആ വൈകാരികമായ ഒരു ചിന്ത അല്പം ഒന്ന് കുറയുവാനും ആ ദേഷ്യം പരിഹരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് ജോലി തുടരുവാനും പറ്റും. ഇപ്പോൾ വീട്ടിലായാലും നമ്മൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നൊന്ന് സ്കിപ്പാവുക, അതൊക്കെ ഒന്ന് നടന്ന് മാറുക എന്നുള്ളതാണ്. വളരെ ലളിതമായി ചെയ്യാൻ ഒരു മാർഗമാണത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം, എഴുന്നേറ്റ് ഒന്ന് മാറിക്കൊടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം മ്യൂസിക് കേൾക്കുക എന്നുള്ളതാണ്. സംഗീതത്തിന് ഒരു വലിയ ചികിത്സാ രീതി തന്നെയുണ്ട്. ഇപ്പോൾ ഒരു നല്ല ദേഷ്യത്തിൻ്റെ മൂഡിലിരിക്കുന്ന ഒരാളിന് ഒരു അല്പം മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ അയാളുടെ മനസ്സൊന്ന് കൂളാവുകയും നമുക്ക് ആ ഒരു ദേഷ്യം ഉണ്ടാക്കുന്ന ആ ടെൻഡൻസിയിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുവാനും സാധിക്കും. അത് സ്ട്രെസ്സിൻ്റെ സമയത്തായാലും നമുക്ക് ഇത്തരത്തിലുള്ള മ്യൂസിക്കുകൾ ആസ്വദിക്കുക. അത് വലിയ സോങ്ങുകളല്ല, വളരെ ലളിതമായ ലൈറ്റ് മ്യൂസിക്കുകൾ. അപ്പോൾ നമ്മുടെ മനസ്സൊന്ന് കൂളാകുന്നതിന് അത് സഹായിക്കും. അതൊന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെ ആയിട്ടും നിങ്ങളുടെ ഈ അല്ലെങ്കിൽ ആ ഒരു മുൻകോപം ഉണ്ടാകുന്ന പ്രവണത മാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മികച്ച സൈക്കോളജിസ്റ്റിനെ കണ്ട് നല്ലൊരു കൗൺസിലിങ്ങിന് വിധേയമാകണം. കാരണം എന്താണോ നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്നുള്ളത് പരിഹരിക്കാതെ മുന്നോട്ട് പോയാൽ ഇത് കൂടെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ഹെൽപ്പും കൂടി നിങ്ങൾ ഈ ഒരു ദേഷ്യം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കൂടി സ്വീകരിക്കുവാൻ നിങ്ങൾ മറക്കരുത്. കാരണം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ചെറിയ ദേഷ്യത്തിൽ നിന്നാണ് വലിയ പൊട്ടിത്തെറിയും ഒരുമിച്ച് നിന്ന് പല കുടുംബങ്ങളും വിഭജിച്ച് പോയിട്ടുള്ളതും ഒക്കെ. അതുപോലെ പലരുടെയും ആഗ്രഹിച്ച് നേടിയെടുത്ത ജോലികൾ നഷ്ടപ്പെട്ട് ഒരിടത്തു നിന്ന് പലയിടത്തേക്ക് മാറി പോകുന്നതിൻ്റെ ഒക്കെ പിന്നിൽ ഈ ദേഷ്യം എന്നുള്ള ഒരു സ്വഭാവം കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് പരിഹാരത്തിനുള്ള മാർഗങ്ങളും ഉണ്ട്. എല്ലാവരും വളരെ കൂളായിട്ട് മുന്നോട്ട് പോകുക. അതിലൂടെ മാത്രമേ നമുക്ക് വിജയവും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവരോടും അഭ്യർത്ഥന, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.